ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി ഞാൻ വോയിസ് ഇട്ടതാണ്, പിന്നെ കുറേ ഒന്നും വോയിസ് ഓവർ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ട് പിന്നെ ഫുൾ ഞാൻ മ്യൂട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ആഡ് ഫിലിം, ഒരു ആഡിൻ്റെ ഷൂട്ടിന് പോവുകയാണ്. ഗവൺമെൻറ്റിൻ്റെ വക ഒരു ഷോർട്ട് ഫിലിം എന്നോ ആഡെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നൊരു ബോധവൽക്കരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കതിനെ പറ്റി പറയാറിയില്ല. നമ്മുടെ ഈ ഫിലിമൊക്കെ കാണുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ കാണിക്കില്ല ആഡ് പോലെയൊക്കെ, അതുപോലത്തെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷൂട്ടാണ്. അപ്പോൾ രാവിലെ 6:30 ആകുമ്പോൾ കാറ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് കോഫി എല്ലാം കുടിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഇങ്ങനൊരു ഷൂട്ടിന് ഞാൻ പോയിട്ടില്ല, വളരെ പണ്ട് പോയിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ വക ഷൂട്ടിനൊക്കെ ഒരുപാട് നാളിന് ശേഷമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. എങ്ങനെയാ ഏതാണെന്നും ഒരു പിടിയില്ല. ഓൾറെഡി എനിക്ക് സീൻസും സ്ക്രിപ്റ്റ്സും ഒക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. 2 ഷോർട്ട് ഫിലിമാണുള്ളത്. ഒന്നിൽ ഞാൻ ഡഫ് ആൻഡ് ഡംബായിട്ടാണ്, ചെവി കേൾക്കത്തില്ല, മിണ്ടത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറും. ഒന്നിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടേതുമാണ്. അപ്പോൾ ഈ ഡഫ് ആൻഡ് ഡംബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വൈകല്യങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുക, അതുവഴി അവർക്കൊരു ജോലി കണ്ടെത്തുക, അങ്ങനെയൊക്കെ ഉള്ളൊരു, പലർക്കും അതേപ്പറ്റി അറിഞ്ഞൂടാത്ത കാര്യം അവരിലെത്തിക്കുക എന്നൊക്കെ ഉള്ളൊരു സംഭവം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഒന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി. അപ്പോൾ ഫസ്റ്റ് നമ്മളീ ഒരു ഡഫ് ആൻഡ് ഡംബ് അവർ അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്, നാലാഞ്ചിറ. അപ്പോൾ അവിടെ വെച്ചാണ് അതിൻ്റെ ഷൂട്ട്. അതിന് റെഡിയായി നിൽക്കുകയാണ്. ഡൾ സെറ്റപ്പാണ്. അങ്ങനെ ഡൾ ടോപ്പ് കുർത്ത എല്ലാം ഇട്ടിട്ട് ഞാൻ ഇരിക്കുകയാണ് മേക്കപ്പിന് വേണ്ടി. അപ്പോൾ ഞാൻ സാധാരണ നോർമലി ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഡൾ സെറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഡൾ സെറ്റപ്പ് മേക്കപ്പ് മാൻ തന്നെ ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി പിന്നെ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ഇതിൽ 2ലും ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, രണ്ടാമത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ ഒരാളുകൂടെ ഉണ്ട്. ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. വന്ന പാടെ എന്തായാലും റെഡി ആവുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാനും ഒന്നിനും പറ്റത്തില്ല. പക്ഷെ നല്ല കൂൾ വർക്കായിരുന്നു കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴേക്കും പൂജ സമയമായി, ക്യാമറ പൂജയൊക്കെ സമയമായി. അപ്പോൾ പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. പൂജ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുകളിലേക്ക് പോയി കേട്ടോ. ഒന്നുകൂടെയൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഭയങ്കര കൂളായിട്ടുള്ള വർക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ സീരിയലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് പെട്ടെന്ന് റെഡി ആവണം, അടുത്ത് വീണ്ടും ഡ്രസ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ധൃതിയിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇത് നല്ല നമുക്ക് കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ പിന്നെ ഭയങ്കര ഡള്ളായതുകൊണ്ട് പിന്നെ വേറെ അതൊരു കാര്യം കേട്ടോ, കമ്മൽ മാറണം, മാല മാറണം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് മാത്രം മാറിയാൽ മതി, ടച്ച് ചെയ്യേണ്ട, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് എല്ലാം റെഡിയായി കഴിഞ്ഞിരുന്നപ്പോഴേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർക്കെന്തോ ഒരു വിഷമം പോലെ, അയ്യോ എന്തുപറ്റി, വേണ്ടേ, വേറെ എന്ത് വേണം, പുട്ട് വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം എന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഞാൻ ഒരു അപ്പവും മുട്ടക്കറിയും കഴിച്ചു, മുട്ടയും കൂടെ കഴിച്ചേ. നല്ല കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് വേണ്ടി, കാരണം വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിന്. നമ്മുടെ സീരിയലിൻ്റെയൊക്കെ ഷൂട്ട് പോലെ ഒരുപാട് പേരൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര പേർക്കെന്ന് പറഞ്ഞിട്ട് വാങ്ങുമ്പോൾ ആ ഫുഡ് പിന്നെ വേസ്റ്റാക്കി കളയണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ എന്തായാലും കഴിക്കാം എന്ന് കരുതിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴൊക്കെ എന്നെ ഷോട്ടിന് വിളിച്ചു കേട്ടോ. ഞാൻ ഇനിയും വർക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വർക്ക് ഉറപ്പായിട്ടും ചെയ്യും. നല്ല പ്രോജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യും. മിക്കവാറും ഒക്കെ വരുന്ന പ്രോജക്റ്റെല്ലാം എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ എറണാകുളം വർക്ക് ഞാൻ ഒട്ടും ചെയ്യുന്നില്ല, കാരണം വേദനയൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. മേ ബി നല്ലൊരു പ്രോജക്റ്റൊക്കെ വന്നാൽ ചിലപ്പോൾ പോയാലായി. പക്ഷെ ഇപ്പം തൽക്കാലം ഞാൻ അങ്ങനെ എറണാകുളം വർക്ക്, വേറൊരു സ്ഥലത്തേക്കുള്ള വർക്കൊന്നും ചെയ്യുന്നില്ല. ട്രിവാൻഡ്രം വർക്കാണ്. സീരിയൽസ് എല്ലാം കൂടുതലും ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഷൂട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള നല്ലൊരു പ്രോജക്റ്റ് വരുവാണെങ്കിൽ ചെയ്യും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. പക്ഷേ ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് കേട്ടപ്പോൾ തോന്നി. അങ്ങനെയാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച്, ഒരു മിനിറ്റിനുള്ളിലൊക്കെ വരുന്ന സംഭവങ്ങളാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരായിട്ട് വർക്ക് ചെയ്തപ്പോൾ. മീൻസ് അവരെല്ലാം ഒരുപാട് സീനിയേഴ്സാണ്. ഡയറക്ടർ RS പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സീനിയേഴ്സായിട്ടുള്ള 2 ക്യാമറാമാന്മാരാണ്. എല്ലാം നല്ല ടീമുകളാണ്. പക്ഷേ ആൾക്കാരുടെ എണ്ണം കുറവാണ് എന്നുള്ള ഒറ്റൊരിതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി അവരായിട്ട് വർക്ക് ചെയ്യുന്നത്.
രസം മീൻസ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, നല്ല പതുക്കെ എല്ലാ കാര്യങ്ങളും നല്ല സാവധാനത്തിൽ നമുക്കൊരു സമാധാനമൊക്കെ തന്നാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡള്ളായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ കയ്യിലെ ടാറ്റു എങ്ങനെയായാലും അറിയും. പിന്നെ അതിനെ കുറച്ച് ഫെയ്ഡ് ചെയ്ത് കാണാത്ത രീതിയിൽ മേക്കപ്പ് എല്ലാം ഇട്ട് അതിന് മാറ്റി കേട്ടോ. ടാറ്റു ഒക്കെ ഉണ്ടായാലും മോശമല്ലേ, ഇത്രയും പാവപ്പെട്ട വീട്ടിലെ കുട്ടി ടാറ്റു ഒക്കെ അടിച്ച് നടക്കുന്നത്. കാരണം എൻ്റെ മേക്കപ്പ് തന്നെ നോക്കിയാൽ ഇതെന്താ മുഖത്തൊക്കെ ഇങ്ങനെ അടിച്ച പാട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ മേക്കപ്പ്. പിന്നെ ഞാനിപ്പോൾ ക്യാമറ നോക്കിയപ്പോഴാണ് കണ്ടത്. പിന്നെ ഞാനതിനെ ടച്ച് ചെയ്ത് വിട്ടു. പുള്ളി ഇരുട്ടത്തിരുന്ന് മേക്കപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ആയതാവും. ഇങ്ങനെ അടിച്ച പാട് കണക്ക് 2-3 വരെയൊക്കെ അതിനെയൊക്കെ ഞാൻ കൈ കൊണ്ടങ്ങ് മാച്ച് ചെയ്തു കേട്ടോ. ആക്ച്വലി എനിക്ക് മേക്കപ്പ് ഇല്ലാതെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഒരു ഡൽ സെറ്റപ്പ് വന്നാണ്. ഇതിപ്പോൾ എന്നെ കറുപ്പിച്ച് എന്തോ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്യാരക്ടറിന് അത് ആവശ്യമാണ്, അതുകൊണ്ടാവാം മേ ബി. ഇതിപ്പോൾ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട കുട്ടി അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സെറ്റപ്പൊക്കെ ആവാമല്ലേ. അത് കഴിഞ്ഞ് എന്നോടൊരു നൈറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതൊരു നൈറ്റി ഇട്ട ഗെറ്റപ്പാണ് കേട്ടോ. നൈറ്റി ഇട്ട ഒരു ഷോട്ട്, എല്ലാം 1-2 ഷോട്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും 10 മണിയായി. നാരങ്ങ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വന്നു. ഞാൻ 2 കപ്പ് നാരങ്ങ വെള്ളം വാങ്ങിയിട്ട് അത് കുടിക്കുകയാണ്. ഞാനിത് നെട്ടയത്തിരുന്ന കേട്ടോ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് വണ്ടികളുടെ ബഹളം ഇതിൽ കേൾക്കുന്നുണ്ടാവും. എത്ര ഞാൻ കട്ട് ചെയ്തിട്ട് എഡിറ്റ് വോയിസ് ഓവർ ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അതില്ലാതെ ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ്. അങ്ങനെ നാരങ്ങ വെള്ളമെല്ലാം കിട്ടി, അത് കുടിച്ചു. ഇതിപ്പോൾ ഒരു ഫ്രഷ് സെറ്റപ്പാണ്. ഞാൻ കുറച്ചൊക്കെ സ്വയം സമ്പാദിക്കാൻ തുടങ്ങി, അങ്ങനൊരു സംഭവം കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പായി വന്നു. എൻ്റെ കമ്മലുകളെല്ലാം ഊരി കേട്ടോ. ഈ കമ്മൽ ഞാൻ പറഞ്ഞു ഊരാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ കുത്തിയതല്ലേ ഉള്ളൂ, അത് ഊരിയാൽ അടങ്ങി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഊരാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ബാക്കിയുള്ളതെല്ലാം അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാക്കിയെല്ലാം അഴിച്ചിട്ട് ആ ഒരു കമ്മൽ മാത്രം ഇട്ട് കേട്ടോ. ഇവിടെ നിറയെ കുട്ടികളുണ്ട് കേട്ടോ, ഇതുപോലത്തെ പല പല ബുദ്ധിമുട്ടുകളുള്ള, കണ്ടാൽ ഒരു ബുദ്ധിമുട്ടുകളും തോന്നാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അവരെ സ്വയം ഇങ്ങനെ ഗവൺമെൻറ് ജോലികൾ ചെയ്യാനുള്ള കഴിവുകൾ അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. തയ്യലുണ്ട്, പ്ലംബിംഗ് ഉണ്ട്, വെൽഡിംഗ് ഉണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് പേരുണ്ട്. അവർക്ക് 1 വർഷത്തെ കോഴ്സ് എന്തോ ആണ്. അതിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അതിലുള്ള കുട്ടികളും സ്റ്റാഫുകളൊക്കെയാണ് ഇതിൽ. ഈ സ്റ്റാഫ് ഇപ്പം നേരത്തെ കാണിച്ച സ്റ്റാഫ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നതാണ് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ എല്ലാവരും പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിരുന്ന് ചെയ്യുന്നത്. ഇതെനിക്ക് അവിടെ നിന്ന് രഞ്ജിത്ത് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ. രഞ്ജിത്ത് ഫുൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുത്തെ പോർഷൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ ലഞ്ച് വന്നു. അത് രോഗി കൽപ്പിച്ചതും ഇത് മറ്റതെന്തോ ഇച്ഛിച്ചത് പാല് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇന്ന് എനിക്ക് ബിരിയാണി കിട്ടി മക്കളെ. ഇന്നത്തെ ലഞ്ച് ബിരിയാണി ആയിരുന്നു. ഞാൻ രാവിലെ രഞ്ജിത്തിനോട് ചോദിച്ചു ഉച്ചയ്ക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ബിരിയാണി ആണെങ്കിൽ എനിക്ക് വേണം, അല്ല മീൽസാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ട, എൻ്റെത് കുറച്ചെടുത്താൽ മതിയെന്ന് ഞാനിങ്ങനെ രഞ്ജിത്തിനോട് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ബിരിയാണി, അതും ദം ബിരിയാണി. സാധാരണ ലൊക്കേഷനിൽ കിട്ടുന്നത് സെപ്പറേറ്റ് റൈസും ചിക്കൻ കറിയൊക്കെ ആയിട്ടായിരിക്കും, പക്ഷേ ഇന്ന് ബിരിയാണി ആയിട്ട് കിട്ടി. ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, എനിക്ക് ബിരിയാണിയുടെ ബി എഴുതി കാണിച്ചാലും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. നമ്മുടെ ഡയറക്ടർ സാറൊക്കെ കഴിച്ചിട്ട് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ ബിരിയാണി ഇഷ്ടമുള്ളതായതുകൊണ്ട് ഞാൻ ആ ബിരിയാണി ഫുള്ള് കഴിച്ചു കേട്ടോ. അങ്ങനെ എനിക്കിന്ന് ബിരിയാണി കിട്ടി ഗൈസ്. ഭയങ്കര സന്തോഷത്തിലാണ്. രാവിലെ അപ്പം കഴിച്ചു, ബിരിയാണി കഴിച്ചു. ദൈവമേ, എൻ്റെ ഈ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. അങ്ങനെ ഇതൊരു വേറൊരു ഡ്രസ് ചേഞ്ച് ആട്ടോ. ഈ ഡ്രസ് ചേഞ്ചിൽ ഇനി ഞങ്ങൾ പൂജപ്പുരയ്ക്കാണ് ഷിഫ്റ്റായി പോകുന്നത്. നാലാഞ്ചിറ ഉണ്ടായിരുന്ന ആ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. ഇത് നാലാഞ്ചിറയിൽ നിന്ന് ഷിഫ്റ്റായി ഞങ്ങൾ പൂജപ്പുരയ്ക്ക് പോവുകയാണ്. ഇതാണ് രഞ്ജിത്ത് കേട്ടോ. രഞ്ജിത്ത് എനിക്ക് വീഡിയോ എടുത്ത് തന്ന ആളാണ് കേട്ടോ. കുറേ എടുത്തു തന്നു, പക്ഷേ എല്ലാം സ്ട്രൈറ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കുറേ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ ഷിഫ്റ്റായി പൂജപ്പുരയ്ക്ക് പോവുകയാണ്. നമ്മൾ ഈ സിനിമയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പതിയെ ഓരോ ഷോട്ടൊക്കെ എടുത്ത് ഭയങ്കര സാവകാശം. അവർ റെഡി ആവാൻ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടുള്ള സമയം കേട്ടോ. അതൊക്കെ ഒന്ന് ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴേക്കും നമ്മൾ റെഡിയായി വന്നൊക്കെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതിൽ ഊമയും ചെവി കേൾക്കാത്ത ആളും ആയതുകൊണ്ട് സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പൂജപ്പുര ഷിഫ്റ്റായി വന്നു. ഇവിടെ ഞങ്ങൾ
നമ്മുടെ ബൂസ്റ്റർ ചായയൊക്കെ കുടിക്കില്ലേ, അതിൻ്റെ തൊട്ടടുത്തൊരു ഈ ഇതിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെയായിരുന്നു ഇതിൻ്റെ അടുത്ത ഷൂട്ടെന്ന് പറയുന്നത്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊന്നപ്പോൾ ഒന്ന് ഉറങ്ങിക്കൊള്ളാൻ വയ്യ കേട്ടോ, പക്ഷെ ഞാൻ കടിച്ച് പിടിച്ചിരുന്നു. ഇവിടെ വന്ന് കുറേ സമയം ഇരുന്നപ്പോഴേക്കും അവർ റെഡിയായി. ഞാനും ഒന്ന് ഫ്രഷായി. ഇവിടെ ഓഫീസിലേക്ക് വരുന്ന ഒരു സീനാണ് എന്നൊക്കെ പറഞ്ഞു. സാരി ഉടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സാരി എല്ലാം ഉടുത്തു, ഒരു കുഞ്ഞു മാലയൊക്കെ ഇട്ട് ഒരു പൊട്ടൊക്കെ വെച്ചു. ഒന്ന് പകുതി ഫ്രഷായ കേട്ടോ, ഫുൾ ഫ്രഷല്ല, പകുതി ഫ്രഷായി വന്നിരുന്നു. അവിടെ ഒരു 2-3 ഷോട്ട്സ് എല്ലാം എടുത്ത ശേഷം അവിടെ നിന്ന് ഷിഫ്റ്റായി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 ചെയ്യുന്നത്, അതിൽ ഒരെണ്ണത്തിൻ്റെത് കഴിഞ്ഞു. ഈ ഊമയും ചെവി കേൾക്കാനും പറ്റാത്ത ആളിൻ്റെ ആ ഒരു പോർഷൻസ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി വരുന്നത് ഒരു റിച്ച് സെറ്റപ്പാണ്, ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഇതാണ് ചെയ്യുന്നത്. അതും പൂജപ്പുര തന്നെയാണ് ലൊക്കേഷൻ, ഒരു വീട്ടിലാണ് ഷൂട്ട്. അവിടേക്കാണ് ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പൂജപ്പുരയുള്ള ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വീട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിലൊക്കെ ഉള്ളൊരു വീടാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ കുറേ നാളിന് ശേഷമല്ലേ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പുതിയ വീടുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസരങ്ങളിലാണ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. 4 സൈഡിലും ചെടികളൊക്കെ ആയിട്ട് നിറഞ്ഞ് ഭയങ്കര ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു വീട്. ഞാൻക്കറിയാം ആദ്യം ഇത് പ്ലാസ്റ്റിക് ആണെന്ന്, പക്ഷേ അല്ല കേട്ടോ, ഇത് പച്ചപ്പ് ഒറിജിനൽ പ്ലാന്റ് ആണ്. നല്ല രസമായിട്ട് ആ വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സൂപ്പർ വീട്. അവിടെ വന്നപ്പോഴേക്കും അടുത്ത് നമ്മൾ ചായക്കും കടിക്കുള്ള സമയമായി. ഇന്ന് പഴക്കേക്കാട്ടോ കടിയായിട്ട് കൊണ്ടുവന്നത്. പിന്നെ അതും കഴിച്ചു, ഒരു ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് പുറത്ത് ലൈറ്റ് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ അടുത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു കുറച്ച് ഷോർട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു. ഇതെല്ലാം കേട്ടോ എൻ്റെ ഗെറ്റപ്പ്. ഞാനിനി ഫ്രഷ് ആവും. ഇത് അവിടെ നിന്ന് വന്ന് സാരി എല്ലാം അഴിച്ച് മാറ്റിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിന്നപ്പോഴേക്കും ചായ കൊണ്ടുവന്ന് അങ്ങനെ കഴിച്ചതാണ്. പിന്നെ പൊട്ടെല്ലാം മാറി ഞാനൊന്ന് സുന്ദരി കുട്ടിയായി വന്നു. അതിൻ്റെ ഷോട്ട് ഞാൻ എടുത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പെട്ടെന്ന് അവർ ധൃതി പിടിച്ചിട്ടോ, ലൈറ്റ് പോകുന്നതിന് മുമ്പേ അതെടുത്ത് കഴിയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധൃതി പിടിച്ചു. അങ്ങനെ പെട്ടെന്ന് അതെല്ലാം ഡ്രസ്സെല്ലാം മാറി ഫ്രഷായി വന്ന ശേഷം ആ ഒരു ഗെറ്റപ്പിൽ വീഡിയോ എല്ലാം എടുത്തു. അപ്പോൾ നല്ല മേക്കപ്പിന് വേണ്ടിയിട്ട് പഴയ മേക്കപ്പിനെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ കിഷോറേട്ടൻ വന്നു കേട്ടോ. കിഷോറേട്ടൻ വേറെ ഏതോ ഒരു ആഡിൻ്റെ ഇതിന് വേണ്ടി വന്നതാണ്. സെയിം സംഭവം തന്നെ, എൻ്റെ കൂടെ അല്ല, വേറൊരു സബ്ജക്റ്റിന് ചേട്ടൻ വന്നതാട്ടോ. അപ്പോൾ അതിൻ്റെ ഷൂട്ട്സും പെട്ടെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈറ്റ് പോകുന്നതിന് മുന്നേ കഴിഞ്ഞു. ഇതിലെനിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് പ്രോമിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. സാധാരണ ഡയലോഗ്സ് അസോസിയേറ്റ്സ് റീഡ് ചെയ്ത് തരും, അത് കേട്ടിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ശീലം അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ സെക്കൻഡ് സംഭവത്തിൽ, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സംഭവത്തിൽ കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടിണ്ടായിരുന്നു കേട്ടോ. അതിന് കുറേ ഞാൻ അരി പിറക്കി. അതൊരു 2-3 കട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതൊക്കെ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ മറ്റേ ജീമ്പൂമ്പായില്ലേ, ജീവൻ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവർ ധൃതി പിടിച്ചപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ അവനങ്ങ് പോയി, ഞാൻ വീഡിയോ എടുത്തതുമില്ല. ജീവനോട് എൻ്റെ കൂടെ ഈ ഒരു ഇതിലുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടിയാണ് അത് ചെയ്തത്. സോ ഒരു 6:30 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനെ മേക്കപ്പ് എല്ലാം അഴിച്ച ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷമായിരുന്നു. അപ്പോൾ അത് ഇവിടെ കഴിയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.